വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ അസംബ്ലിംഗ് ആണ് ചെയ്യാൻ പോണേ. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എല്ലാ പാർട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ അക്സസറീസും ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ട് ഈ ഐറ്റംസൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് പഠിക്കുക. ഇനി എല്ലാം റെഡിയാക്കി വയ്ക്കുക. ഇനി നമ്മൾ ഐസാണ് ചെയ്യാൻ പോകുന്നത്. ഐസ് ചെയ്യാനായിട്ട് നമ്മൾ 27ാമത്തെ റോയ്ക്കും 28ാമത്തെ റോയ്ക്കും ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ ഐസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലൂപ്പ് ഓൺലി ഇത് 24ാമത്തെ റോയിലാണ്. ഇപ്പോൾ 24, 25, 26, 27, 28. ഇനി 27ാമത്തെ 28ാമത്തെ റോയിൽ പറഞ്ഞ 27ാമത്തെ 28ാമത്തെ റോയിലാണ് ചെയ്യുന്നത്. 3 സ്റ്റിച്ചുകളുടെ ഗ്യാപ്പ് വിടണം. കണ്ട 3 സ്റ്റിച്ചുകളുടെ ഗ്യാപ്പ് വിടണം. എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് മാർക്കറിൻ്റെ ഇടയിൽ, അതായത് നമ്മൾ സ്റ്റിച്ചിനെ പിന്ന് കുത്തിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പാണ് ഉണ്ടാവുന്നത്. ഞാനിവിടെ പിൻ കുത്തിയിരിക്കുന്നത് ഒരു സ്റ്റിച്ചിൻ്റെ മിഡിലായിട്ടാണ്. അപ്പോൾ ടോട്ടൽ 3 സ്റ്റിച്ചുകളിൽ അപ്പുറത്തും ഇപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ മിഡിലായിട്ട് ഞാനിത് കുത്തിയിരിക്കുന്നു. നടുക്ക് ഒരു സ്റ്റിച്ചും നിങ്ങൾ ഗ്യാപ്പ് വിടണം. ആ രീതിയിലാണ്. കണ്ടോ, പിക്ചർ കാണുമ്പോൾ ക്ലിയർ ആവണില്ലേ? ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് ഇവിടെ, ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ ഇപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാൻ സ്റ്റിച്ച് മാർക്കർ കുത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നോർമൽ നമ്മുടെ സാധാ തുന്നണ സൂചി എടുക്കുക. നൂല് കോർത്തിട്ട് ഇങ്ങോട്ടേക്ക് ഈ പിന്ന് കുത്തിയിരിക്കുന്ന പൊസിഷനിലേക്ക് പിന്ന് കയറ്റുക. ഓക്കെ, ഞാൻ നോക്കട്ടെ. കണ്ടോ, സ്റ്റിച്ചിലേക്ക് പിന്ന് കയറ്റുക. ബാക്കിയുള്ളത് ഇരുന്നോട്ടെ, നമ്മൾ ഹെയർ വെച്ച് എന്തായാലും അത് ഫിക്സ് ചെയ്ത് പോകും. ഇനി നമ്മൾ ഈ പിന്ന് കുത്തിയിട്ടില്ലേ അവിടേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ട് ശ്രദ്ധിച്ചോട്ടോ, ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് തൊട്ട് താഴത്തെ റോയിലെ നടുക്കത്തെ സ്റ്റിച്ചിലേക്ക്, അതായത് ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പല്ലേ നമ്മൾ കൊടുത്തിരുന്നത്, ആ സ്റ്റിച്ചിൻ്റെ തൊട്ടടിയിലേക്ക്. എൻ്റെ വലിയ സൂചി ആയതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. ചെറിയ സൂചിയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ താഴത്തെ റോയിലേക്ക് ഇതുപോലെ തുന്നിയെടുക്കുക. നിങ്ങൾക്ക് സേഫ്റ്റി ഐസ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, കണ്ണുപോലെ വന്നിരിക്കുന്നുണ്ടോ? ഇനി അതേപോലെ തന്നെ അവിടെ തന്നെ താഴോട്ട് ഇറക്കിയിട്ട് അടുത്ത പിന്നു കുത്തിയിരിക്കുന്ന പൊസിഷനിലേക്ക് എടുക്കുക. കണ്ടോ, കറക്റ്റ് പിന്നു കുത്തിയിരിക്കുന്ന പൊസിഷനിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ഐസ് റെഡിയായി. കണ്ടോ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പിന്ന് റിമൂവ് ചെയ്തിട്ട് തൊട്ട് താഴത്തെ റോയിലെ മിഡിൽ പോർഷനിലേക്ക് ഇതുപോലെ തുന്നിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തന്നെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് കെട്ടി ഇവിടെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ, അപ്പോൾ നമ്മുടെ കണ്ണ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് കെട്ടി നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. ഇന്നിവിടെ ഇങ്ങനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഹെയർ ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതവിടെ കെട്ടി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒന്ന് ടൈറ്റായിട്ട് കെട്ടി ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾ ഒരു ഗ്ലൂ ഗൺ ചൂടാക്കാനായിട്ട് വയ്ക്കുക. ഗ്ലൂ ഗണ്ണോ നിങ്ങൾക്ക് വേറെ വല്ല ഗ്ലൂവോ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു പശ എന്തെങ്കിലും വേണം. അപ്പോൾ അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വിങ്സ് എങ്ങനെയാണ് റെഡിയാക്കി ഇതുപോലെ ആക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെയിം കളറ് വൈറ്റ് യാൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം നീളത്തിൽ കോർത്തിട്ട് നിങ്ങൾ ഈ സൈഡിൽ കൂടെയോ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെയോ ജസ്റ്റ് ഒന്ന് തുന്നി ഒന്ന് കോർത്ത് കൊടുക്കുക. ഇതുപോലെ സൈഡിൽ കൂടെ ഗ്യാപ്പിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുക.
കോർത്തിട്ട് നിങ്ങളതൊന്ന് ഇതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കുക. ഓക്കെ, അത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കെട്ടിയൊന്ന് ടൈറ്റ് ചെയ്ത് യാൺ സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് കെട്ടിട്ടെ, കണ്ടോ, ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടി യാണൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഒന്ന് തുന്നിയത് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഒന്ന് ടൈറ്റ് ആക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ ടൈ ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അയാൺ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് അസംബ്ലി ചെയ്യണമെന്നുള്ളത് നോക്കാം. അതുപോലെ 2 വിങ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക കേട്ടോ. ഇനി അസംബ്ലി ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഹെയർ ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഹെയർ നിങ്ങളൊന്ന് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഗ്ലൂ ഗൺ വെച്ച് നിങ്ങൾക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ ഇത്തിരി ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാണ്. കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ സെക്യൂർ ചെയ്തു. ബാക്കിലും അതുപോലെ തന്നെ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാണ്. എന്നിട്ടത് സെക്യൂർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ തുന്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ തുന്നി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തുന്നുന്നില്ല, ജസ്റ്റ് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് സെക്യൂർ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഹെയർ ചെയ്യാനായിട്ട് ഒന്നിടവിട്ട് ഗ്യാപ്പിൽ മുകളിലോട്ടും താഴോട്ടും ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഒരെണ്ണം താഴോട്ട്, ഒരെണ്ണം ഇതുപോലെ മുകളിലോട്ട്. കണ്ടോ, അടുത്തത് ചുരുട്ടി താഴോട്ട്, ഇതുപോലെ നമുക്ക് ചുരുട്ടി നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊന്ന് ഹെയറും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ചുരുട്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുകയോ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇത്തിരി ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതിയോ. ഓക്കെ, കാണിച്ചു തരാം. ജസ്റ്റ് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ചുരുട്ടിയിട്ട് ഇവിടെ ഒട്ടിച്ച് വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് ഇത് മൊത്തം ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫ്രണ്ടിൽ കയറ്റിയും ഇറക്കുകയും ചെയ്യുക. ബാക്കിൽ ഒരുമിച്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഹെയർ ഫുൾ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ നല്ല ഭംഗിയിൽ അങ്ങനെ ഹെയർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അവസാനം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. ഗ്ലൂ സ്റ്റിക്കിൻ്റെയാണ്. ഇനി നമുക്ക് നമ്മൾ ആ ഡിവൈൻ ടച്ചിന് വേണ്ടിയിട്ട് ചെയ്തത് ഇത് നമുക്കിതുപോലെ ഇവിടെ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി ഹെയറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബാക്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് ബാക്കിലൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിങ്സ് ആണ് വെക്കേണ്ടത്. വിങ്സ് നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ചെയ്യുകയോ ചെയ്യാം. നമ്മൾ ഇങ്ങനെയായിരിക്കും ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതുപോലെയായിരിക്കും നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുന്നി വയ്ക്കാം, അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വയ്ക്കാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയണം. നമുക്കൊന്ന് ജസ്റ്റ് പിൻ ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എപ്പോഴും നിങ്ങൾ. ഓക്കെ, ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിതിനി സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ യാണൊക്കെ സെക്യൂറാണെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏഞ്ചൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കണോ? ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ പിക്സൊക്കെ എനിക്ക് അയച്ചു തരിക. ഓക്കെ, നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി നിങ്ങൾ കാണുക. കാരണം ഇനി നമുക്ക് വീഡിയോസ് ചെയ്യാനുണ്ട്. നമ്മുടെ നേറ്റിവിറ്റി സെറ്റ് ഫുൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജീസസും സെറ്റും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. ക്രിസ്മസിന് മുന്നേ നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളതാണ്. പിന്നെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.